ഹലോ, ഇന്നൊരു നാടൻ രീതിയിൽ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ കപ്പ വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ബീഫ് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ വെള്ളമൊക്കെ വെറ്റി കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വറവ് നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.